ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ്, ബീഫ് കാന്താരി. അപ്പോൾ നമ്മുടെ നാടൻ കാന്താരി മുളകിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. കൊളസ്ട്രോളൊക്കെ നിയന്ത്രിക്കാൻ നല്ലൊരു റെമഡിയാണ് കാന്താരി മുളക്. അപ്പോൾ ബീഫൊക്കെ കഴിക്കുമ്പോൾ എല്ലാവർക്കും പേടിയാണ്. എന്നാൽ കാന്താരി മുളകൊക്കെ ഇട്ടിട്ട് ബീഫ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ പേടിയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ബീഫ് കാന്താരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. എല്ലൊന്നും ഇല്ലാത്ത, നെയ്യൊന്നും ഇല്ലാത്ത നല്ല തുണ്ട കഷ്ണങ്ങൾ നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ പ്രഷർ കുക്കറിലാണ് ഞാനിപ്പോൾ ഈ ബീഫ് വേവിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 7 വിസിൽ വരുന്നത് വരെയാണ് വേവിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും ബീഫിൻ്റെ മൂപ്പിനനുസരിച്ച് വേവിക്കുന്ന ടൈമിൽ വ്യത്യാസം വരും. അപ്പോൾ ബീഫൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ആ വെള്ളം ഞാൻ വറ്റിച്ചെടുത്തതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെള്ളം വറ്റിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇതിലെ ബീഫ് മാത്രം എടുത്താലും മതി. അപ്പോൾ 1/2 കിലോ ബീഫ് വേവിച്ചിട്ട് ഇത്രയുണ്ട് കേട്ടോ. അപ്പോൾ നല്ല തുണ്ട കഷ്ണങ്ങൾ നോക്കി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് കാന്താരി മുളകാണ്. അപ്പോൾ ഞാനിവിടെ 15 നല്ല എരിവുള്ള കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ബീഫും കാന്താരി മുളകും ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ കാന്താരി മുളക് ഇതിൽ ക്രഷ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. അപ്പോൾ നമ്മളിതൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് ബീഫ് കാന്താരി ഉണ്ടാക്കുന്നത്. അപ്പോൾ കാന്താരിയും ബീഫും ഇവിടെ ഞാനിവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണയിൽ ചെയ്യാണ് കേട്ടോ ടേസ്റ്റ്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ കൂടി ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ചെറിയുള്ളിയാണ്. അപ്പോൾ 1/2 കിലോ ബീഫിലേക്ക് 250 ഗ്രാം ചെറിയുള്ളി വേണം. അപ്പോൾ ചെറിയുള്ളി തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ പീസായിട്ട് കട്ട് ചെയ്താണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ചെറിയുള്ളി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ചെറിയുള്ളി പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ചെറിയുള്ളി ഒന്ന് വാടിയതിന് ശേഷം വേണം ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാൻ. അപ്പോൾ ചെറിയുള്ളിയൊക്കെ ഇപ്പോൾ ഇവിടെ ഏകദേശം വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ക്രഷ് ചെയ്തത് ചേർക്കാം. അപ്പോൾ പേസ്റ്റ് ആക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ക്രഷ് ചെയ്തിട്ട് ചേർക്കുകയാണ് കേട്ടോ. ഇനി ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി റെഡ് ചില്ലി പൗഡർ എടുത്തത്. അപ്പോൾ അത്ര എരിവും ഉണ്ടാവില്ല. അപ്പോൾ ഇനി നല്ല മുളക് പൊടിയൊക്കെയാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാകും. ഇനി നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള കാന്താരി മുളകും ബീഫും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബീഫ് ഒരുപാട് ചതച്ചെടുത്താണ്ട് പേസ്റ്റ് ആക്കി എടുക്കരുത്, ഇതുപോലെയാണ് ചതച്ചെടുക്കേണ്ടത്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ബീഫ് ചതച്ചിട്ട് ചേർക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. അവർക്ക് കഴിക്കാനൊക്കെ നല്ല ഈസി ആയിട്ടായിരിക്കും ഇരിക്കുക. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ഇഷ്ടമുള്ള റെസിപ്പിയാണിത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഇനി നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ കാന്താരി ബീഫിൻ്റെ പ്രത്യേകത, ഇതിൽ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്കിത് ഉണ്ടാക്കാൻ. എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി ജ്യൂസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നാരങ്ങയുടെ ജ്യൂസും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ റെസിപ്പി 4 ദിവസം വരെയൊക്കെ കേടുകൂടാതിരിക്കും. പിന്നെ ഞാനിപ്പോൾ ഇത് അത്ര സ്പൈസി ആയിട്ടല്ല ഉണ്ടാക്കിയത്, കാരണം ഇവിടെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് ഈ റെസിപ്പി. അതുകൊണ്ട് കുറച്ച് എരിവ് കുറച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത്. നല്ല സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ ഒരു 20 കാന്താരി മുളകൊക്കെ ചേർത്ത് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ബീഫ് കാന്താരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. കുട്ടികൾക്കായിരിക്കും കൂടുതലായിട്ട് ഇഷ്ടപ്പെടുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് കഴിക്കാൻ ഈസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അമർത്തണേ. അപ്പോൾ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ പുതിയ റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്